പ്രിയമുള്ളവരെ, യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ഇടപെടുന്നത്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ തകർച്ചകളിലേക്ക് കർത്താവ് ഇറങ്ങി വന്ന് ആ വ്യക്തിയെ എങ്ങനെയാണ് തകർച്ചകളിൽ നിന്ന് വിമോചിപ്പിക്കുന്നത്? 17 വർഷങ്ങൾക്കപ്പുറം വലിയ തകർച്ചയിലൂടെയും നിരാശയിലൂടെ കടന്നുപോയ രഞ്ജിത്ത് എന്ന ഈ സഹോദരൻ്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നു. യേശുവിനെ സ്വന്തമാക്കി ഇന്ന് കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന സ്നേഹത്തോടുകൂടി അനേക മക്കളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഈ സഹോദരനെ അനുഗ്രഹിച്ചുയർത്തിയിരിക്കുക. കൊല്ലം സ്വദേശിയായ രഞ്ജിത്താണ് ഇന്ന് നമ്മളോട് തൻ്റെ യേശു അനുഭവം പങ്കുവെക്കുന്നത്. കൊല്ലം ഫാത്തിമ കോളേജിൽ ഫിനാൻസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ യുവജന ധ്യാനത്തിന് സഹായിക്കുന്നു. അതുപോലെ കൊല്ലം രൂപതയോട് ചേർന്ന് ജീസസ് യൂത്തിൻ്റെ ഇടയിലും മറ്റു രൂപതയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവ സാക്ഷ്യം വഹിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന് സാക്ഷിയായിട്ട് ജീവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവം നമുക്ക് ശ്രവിക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാൻ പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ സങ്കീർത്തനം നമുക്കുള്ളിലൊന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. കർത്താവാണെൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്നെനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്നെന്നെ നയിക്കുന്നു. അവിടുന്നെനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണു ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. യേശുനാഥ, യേശുനാഥ, നാഥ, കർത്താവേ, ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ നാഥ. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെല്ലാം നീ ഏറ്റെടുക്കണേ നാഥ. കർത്താവേ, ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം ഏറ്റെടുക്കണേ നാഥ. യേശുനാഥ, യേശുനാഥ, പ്രൈസ് ദി ലോർഡ്. വളരെ കരമതി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ ഒരു സായാഹ്നത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ ആരാധനയോടെ, കർത്താവിൻ്റെ മുമ്പിൽ അനുഭവത്തോടു കൂടെ തീഷ്ണതയോട് കാത്തിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ എൻ്റെ ജീവിതത്തിലൂടെ ദൈവം എന്നെ തൊട്ട കുറേ അനുഭവങ്ങൾ ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു.
സങ്കീർത്തനത്തിൽ നമ്മൾ പാടി, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടെ നിന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. 17 വർഷങ്ങൾക്ക് മുമ്പ് വായിലേക്ക് സൈനൈഡ് എന്ന് പറയുന്ന ഒരു വിഷപദാർത്ഥം എടുത്ത് വായിലേക്ക് വയ്ക്കാൻ പോയപ്പോൾ എൻ്റെ കയ്യിൽ വന്ന് പിടിച്ച കർത്താവ്. ഒരു മെഴുകുതിരി പോലും അവൻ്റെ മുമ്പിൽ അതിനു മുമ്പ് ഞാൻ കത്തിച്ചിട്ടില്ല. ഒരിക്കൽ പോലും ഒരു കുരിശടിയുടെ മുമ്പിൽ ഞാൻ അവൻ്റെ മുമ്പിൽ കൈകൂപ്പിയിട്ടില്ല. പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ഈ ദൈവം വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചു. വചനം പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുക്കുക. പ്രിയപ്പെട്ടവരെ, എൻ്റെ സ്വദേശം കൊല്ലമാണ്. ഒരു 17 വർഷത്തിന് മുമ്പ് 2001 കൊല്ലത്ത് അറിയപ്പെടുന്ന ഒരു ബാങ്ക് നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. സ്വർണ്ണപ്പണയം, ചിട്ടി, പലിശയ്ക്ക് പണം കൊടുക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ തൊഴിൽ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലേ പലിശയ്ക്ക് പണം കൊടുക്കും. അപ്പൻ ഗൾഫിലാണ്, പൈസയൊക്കെ അയച്ചു തന്നിട്ട് പറയും, മക്കൾ എന്തെങ്കിലും കൂടെ ഒക്കെ ചെയ്യണം. അപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന സമയം മുതലേ പലിശയ്ക്ക് പൈസ വാങ്ങിച്ചു തുടങ്ങി ഞാൻ. ഡിഗ്രിയൊക്കെ എത്തിയപ്പോൾ എനിക്കൊരു സ്ഥാപനമായി, സ്വർണ്ണപ്പണയവും ചിട്ടിയും ഒക്കെ നടത്തുന്ന സ്ഥാപനം. പ്രിയപ്പെട്ടവരെ, ബിസിനസ് എല്ലാം നല്ലതുപോലെ ചെയ്ത് നല്ല സമ്പത്ത് കയ്യിലേക്ക് വന്നു. ബാങ്കിൽ ജോലിക്കാരൊക്കെ ആയി, 2-3 കാറുകളും വാഹനങ്ങളും ഒക്കെ ആയി, വീടും സ്ഥലങ്ങളും ഒക്കെ ആയി. ഇങ്ങനെ അതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ പോവുകയാണ്. പക്ഷേ അനാദിയായ കാലം മുതലേ എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിരുന്ന വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. എൻ്റെ ദൈവം എൻ്റെ കൈകളിൽ കോർത്തു പിടിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വലിയ വിശ്വാസത്തോടു കൂടെ ജീവിച്ചു കൊണ്ടിരുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ സമയങ്ങളാണ് അതെന്ന് കരുതി സന്തോഷത്തോടുകൂടെ ഞാൻ ജീവിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ സമ്പത്തുകളൊക്കെ വന്നപ്പോൾ അത് എങ്ങനെ ചെലവഴിക്കണമെന്ന് എനിക്കറിയാതെ പോയി. എനിക്ക് ആഗ്രഹം തോന്നുന്നതിനെല്ലാം ഞാൻ പണം ചെലവാക്കി, എനിക്കിഷ്ടം തോന്നുന്നതിനെല്ലാം ഞാൻ പണം ചെലവാക്കി. അവസാനം 2001 അവസാനത്തോടുകൂടെ കണക്കെല്ലാം എടുത്തു നോക്കുമ്പം എൻ്റെ സ്ഥാപനം പൂട്ടുന്നതിൻ്റെ വക്കിലാണ്. കടക്കാരെല്ലാം ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് കയറി വരുന്നു. കൃത്യസമയത്ത് വാക്ക് പറഞ്ഞവർക്കൊന്നും ചിട്ടിയുടെ പണം കൊടുക്കാൻ പറ്റുന്നില്ല. അമ്മയും അപ്പനും വെപ്രാളപ്പെടാൻ തുടങ്ങി, സഹോദരങ്ങൾ വെപ്രാളപ്പെടാൻ തുടങ്ങി. കാരണം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ചെറുപ്പത്തിൽ മുതലേ ഞാൻ ഏറ്റെടുത്തു. അവരെന്നെ മാത്രമാണ് നോക്കിയിരിക്കുക. അവസാനം കണക്കെല്ലാം കൂട്ടി വന്നപ്പോൾ 98 ലക്ഷം രൂപ കടം, 1 കോടി രൂപയ്ക്ക് 2 ലക്ഷത്തിൻ്റെ കുറവ്. പ്രൈസ് ദി ലോർഡ്. 1 കോടി രൂപയ്ക്ക് 2 ലക്ഷത്തിൻ്റെ കുറവ് എഴുതി വെച്ചിട്ട് ഇങ്ങനെ ആശങ്കപ്പെടുകയാ, എങ്ങനെ തീർക്കും ദൈവമേ? കൊല്ലം ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വീട് വളഞ്ഞിരിക്കുക. പൈസ തന്നല്ലാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങത്തില്ല, പൈസ തന്നല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. ഒരു വലിയ വീടിൻ്റെ കാർ പോർച്ച് നിറയെ ആൾക്കാർ വന്ന് താമസിക്കുക, കഞ്ഞി ഉണ്ടാക്കി വേവിച്ച് കഴിച്ച് അവിടെ തന്നെ കിടക്കുക, പൈസ തന്നല്ലാതെ പോകത്തില്ല. ഒരു ദിവസം നോക്കുമ്പോഴാകട്ടെ ഒരു വലിയ നാഷണൽ പെർമിറ്റ് ലോറിക്കകത്ത് കുറേ ആൾക്കാർ വരുന്നു. അവർ വന്നിട്ട് വീട്ടിൽ കിടക്കുന്ന സകലമാന ഫർണിച്ചറും സാധനങ്ങളും TV-യും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും എല്ലാം വാരി ലോറിക്കകത്ത് കയറ്റി കൊണ്ടുപോയി. ഉപ്പ് ചിരട്ടവരെ, നാട്ടുഭാഷയിൽ പറഞ്ഞ സ്റ്റൗവും അടുപ്പും എല്ലാം പറക്കി വണ്ടിക്കകത്ത് പോയി. ഞാനപ്പോഴും വീട്ടിൽ കയറത്തില്ല, കാരണം അവസാനം ഉണ്ടായിരുന്നൊരു കാറിനകത്ത് ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. രാത്രി 10 മണി 11 മണിയാകുമ്പോൾ ഞാൻ അമ്മയെ വിളിച്ച് ചോദിക്കും, അമ്മ ഞാൻ അങ്ങോട്ട് വരട്ടെ? അപ്പോൾ അമ്മ പറയും, മോനെ ഇപ്പോൾ വരേണ്ട, ഇവിടെ ആൾക്കാരുണ്ട്, അവർ നിന്നെ തല്ലിക്കൊല്ലും, നീ എവിടെങ്കിലും നില്ല്. പ്രിയപ്പെട്ടവരെ, റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ അംബാസഡർ കാർ ഒതുക്കിയിട്ടിട്ട് കിടന്നുറങ്ങും.
ഇന്നും റോഡിൻ്റെ സൈഡിൽ എവിടെങ്കിലുമൊക്കെ കാർ ഇട്ടിട്ട് ആരെങ്കിലുമൊക്കെ ഉറങ്ങുന്ന കാണുമ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, കടം കൊണ്ട് വീട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണോ? 3 ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോൾ അമ്മയും അപ്പനും സഹോദരങ്ങളും നിലത്തിങ്ങനെ ഇരിക്കുക. ഒരു പാ പോലുമില്ല, ഒരു പലക പോലുമില്ല ഇട്ടിരിക്കാൻ, ഒരു പാ പോലുമില്ല. ഞാൻ വീട്ടിലോട്ട് ചെന്നപ്പോൾ എൻ്റെ അപ്പൻ വന്നിട്ട് എന്നെ കെട്ടി അങ്ങ് പിടിച്ചു. വയ്യടാ മോനെ, ഇനി വയ്യ, ഇതെങ്ങനെ തീർക്കും ഈ കടം നീ? 2001 അവസാനം 98 ലക്ഷം രൂപ കടമെന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. ഞാൻ ആലോചിച്ചിട്ട് എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ആശ്വസിപ്പിക്കാൻ ഒരു വാക്ക് പോലും എൻ്റെ തൊണ്ടയിൽ നിന്ന് വന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സംഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം പൈസ കൊടുക്കാനുള്ള ഒരു ഗ്രൂപ്പ്, കുറേ ഗൂണ്ടകളുമൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് ഞാനില്ലായിരുന്നു. എൻ്റെ അപ്പൻ്റെ കഴുത്തിന് പിടിച്ച് പൊക്കിയെടുത്ത് വീടിൻ്റെ മുറ്റത്തേക്ക് പിടിച്ചുകൊണ്ട് വന്നു. അപ്പനെടുത്തിരുന്ന മുണ്ടിലെല്ലാം കൂടെ കുത്തിപ്പിടിച്ച് കൊണ്ടുവന്ന് മുമ്പിലേക്ക് വന്നു. അപ്പം കൈ തൊഴുതു നിന്നു. ഞങ്ങൾ പണം തരും. ഇതെൻ്റെ അപ്പനെ സഹിക്കാൻ പറ്റിയില്ല. അന്ന് രാത്രി ഞാൻ വീട്ടിൽ വന്ന് കയറുമ്പം അപ്പൻ പറഞ്ഞു, ചത്ത് കളയടാ മോനെ, ചത്ത് കളയടാ, നമുക്ക് ഇനി ജീവിച്ചിരിക്കണ്ട, ചത്ത് കളയാം. ഇത് പറയുമ്പോൾ അമ്മയും പറയാ, ആന്ന് മോനെ, നമുക്കങ്ങ് ചാവാടാ, ഇനി എന്തുവാ മാർഗം? ചേട്ടനും വന്ന് പറഞ്ഞു, നമുക്കങ്ങ് ചാവാടാ. അനിയത്തി മാറിയിരിക്കുക. അനിയത്തി അറിയാതെ വിഷം കൊടുക്കാന്നാ ഞങ്ങൾ പ്ലാൻ ചെയ്തേ. പ്രിയപ്പെട്ടവരെ, അവസാനം അങ്ങനെ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. അന്ന് ഒരു ബുധനാഴ്ച ദിവസം രാത്രിയിൽ, പിറ്റേ ദിവസം വ്യാഴാഴ്ച, ബുധനാഴ്ച ദിവസം രാത്രിയിൽ ഞാൻ കളക്ടർക്കും കൊല്ലം കളക്ടർക്കും തഹസീൽദാർക്കും SP-ക്കും എല്ലാവർക്കും കത്തെഴുതി. ഞങ്ങൾ 5 പേരും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളുടെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല. അനേകർക്ക് ഞങ്ങൾ പണം കൊടുക്കാനുണ്ട്. ഞങ്ങൾക്കൊരു മാർഗവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്നു. വീട്ടിലെ പട്ടി ഉൾപ്പെടെ കൊല്ലാമെന്നാണ് തീരുമാനിച്ച്. അങ്ങനെ കത്തെല്ലാം എഴുതി വെച്ച് ഞാൻ അന്ന് രാത്രിയിൽ ഉറങ്ങി. അന്ന് വീട്ടിലെല്ലാവർക്കും വലിയ സന്തോഷം. കാരണം നാളെ ഞങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് പിറ്റേ ദിവസം രാവിലെ ഈ വിഷം എടുക്കാനായിട്ട് കൊല്ലത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജുവലറിയിൽ, അവിടെ എനിക്ക് അത്യാവശ്യം അകത്തൊക്കെ കയറി ചെല്ലാം, സ്വർണ്ണപ്പണിയൊക്കെ നടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്, അവിടെ നിന്ന് സൈനൈഡ് എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണ്. അങ്ങനെ ഞാനിങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ അന്നത്തെ ദിവസം വീട്ടിൽ അപ്പനും അമ്മയും, അമ്മ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു മണ്ണെണ്ണ സ്റ്റൗവൊക്കെ വാങ്ങിച്ചു, കുറച്ച് പാത്രമൊക്കെ വാങ്ങിച്ചു, നല്ല മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇന്ന് ഞങ്ങളുടെ അന്ത്യത്താഴമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സന്തോഷത്തോടുകൂടെ വീട്ടുകാരിരിക്കുന്നു. ഞാൻ വിഷമെടുക്കാൻ പോകുന്നു. അങ്ങനെ ബൈക്കിൽ പോകുമ്പം കൊല്ലത്ത് കടപ്പാക്കട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, വന്നിട്ടുള്ളവർക്കറിയാം. ഈ എത്താറാകുമ്പോൾ എൻ്റെ ബൈക്കിന് മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കൈ കാണിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ എൻ്റെ ഒരു സുഹൃത്താണ്. അവിടെ ഒരു അപ്പോൾസറി കടയൊക്കെ നടത്തുന്ന ആളാണ്. ഇദ്ദേഹം എൻ്റെ മുമ്പിൽ ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഞാൻ വണ്ടി നിർത്തി. എന്നിട്ട് എൻ്റെ അടുക്കെ ചോദിച്ചു, രഞ്ജിത്തെ, പത്രത്തിലൊക്കെ വാർത്ത വന്നല്ലോ, കോടികൾ കടങ്ങളാണെന്ന്. അന്ന് 2001 പത്രത്തിലൊക്കെ വാർത്ത വന്നു, സ്വകാര്യ പണമിടപാട് സ്ഥാപനം കോടികളും വെട്ടിച്ച് കടന്നു. ആ വെട്ടിച്ച് കടന്ന ആളാ പ്രിയപ്പെട്ടവരെ ഈ ഞാൻ. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ പറയാണ്, 4-5 കോടി കടമുണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, സഹോദര, 4-5 കോടിയൊന്നുമില്ല, 98 ലക്ഷം രൂപ എനിക്ക് കടമുള്ളൂ. ഇതെങ്ങനെ തീർക്കും ഇയാള്? ഞാൻ പറഞ്ഞ്, 2 ദിവസത്തിനുള്ളിൽ എല്ലാ ഇടപാടും തീരും. ഞാൻ എന്ത് കണ്ടാ പറഞ്ഞത്? 2 ദിവസത്തിനുള്ളിൽ ഞാൻ മരിക്കുകയാണ്, ഞങ്ങൾ മരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ എല്ലാ ഇടപാടുകളും തീരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, അന്ന് ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്നതൊന്നും എനിക്കറിയില്ലല്ലോ. എനിക്കറിയില്ല പരിശുദ്ധാത്മാവ് എന്താണെന്നൊന്നും. അപ്പോൾ എൻ്റെ മുമ്പിൽ ഈ ബൈക്കിൽ കൈ കാണിച്ച് ഈ ചോദിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് വലിയ പ്രാർത്ഥനാ തീഷ്ണതയുള്ള ക്രിസ്ത്യാനി ഒന്നുമല്ല, ഒരു സാധാ പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനി. അപ്പോൾ ഇദ്ദേഹം പറയാണ്, രഞ്ജിത്തെ, നിനക്ക് രക്ഷപ്പെടാനൊരു മാർഗമുണ്ട്. നിനക്ക് അവിടെ പോയാൽ നിൻ്റെ കൈ നിറയെ കാശ് കിട്ടും, നിൻ്റെ കടഭാരം മാറും.
അപ്പം ഞാൻ ആലോചിക്കും, ഇന്നേ വരെ ഇതൊന്നും പറയാൻ ആരുമില്ലായിരുന്നു. ദാ ഇപ്പം മരിക്കാനായിട്ട് തീരുമാനമെടുത്ത് എൻ്റെ മാതാപിതാക്കൾ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പം രക്ഷപ്പെടുത്താനായിട്ട് ദാ ഒരാൾ വന്നിരിക്കുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, നിനക്ക് രക്ഷപ്പെടാനൊരു മാർഗമുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിൻ്റെ കടം മാറും. ഞാൻ ചോദിച്ചു, എവിടെയാ? എൻ്റെ മനസ്സിൽ രണ്ട് ചിന്തകളാ. വീട്ടിൽ വിഷം കാത്തിരിക്കുന്ന മാതാപിതാക്കൾ, ദാ മുമ്പിൽ നിന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, രക്ഷ വാഗ്ദാനം ചെയ്യുന്ന ചെറുപ്പക്കാരൻ. ഞാൻ പറഞ്ഞു, എവിടെയാ ഞാൻ പോകണ്ടേ? ആരാ എനിക്ക് തരുന്നേ? അപ്പം പറഞ്ഞു, ഇത് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ നടത്തുന്ന ഒരു സ്ഥാപനമാണ്, ഇച്ചിരി ദൂരെയാണ്, അവിടെ പോയാൽ ഇയാൾക്ക് പണം ലഭിക്കും. അപ്പം പണ്ട് മുതലേ ഞങ്ങളുടെ ഹൈന്ദവ വിശ്വാസത്തിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഈ ക്രിസ്ത്യാനികൾ ഒത്തിരി സഹായിക്കാൻ മനസ്സുള്ളവരാണ്, ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്നവരാണ്. അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ഇഷ്ടംപോലെ സഹായങ്ങൾ എവിടുന്നെങ്കിലും ഒക്കെ കൈനീട്ടി വാങ്ങിച്ച് പാവത്തുങ്ങളെ സഹായിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, അച്ഛന്മാരും സിസ്റ്റർമാരും നടത്തുന്നൊരു സ്ഥാപനമാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിൻ്റെ കയ്യിലേക്ക് പണം കിട്ടും. ഞാൻ ചോദിച്ചു, ഞാൻ എവിടെ പോകണം? ഉറപ്പാണോ? ഉറപ്പാ. അഥവാ അവിടെ പോയി നിൻ്റെ കടം മാറിയില്ലെങ്കിൽ നീ തിരിച്ചതാ ഈ കടയുടെ മുമ്പിൽ വാ, ഈ കട പൂട്ടി അതിൻ്റെ താക്കോല് ഞാൻ നിനക്ക് തരാം. പ്രിയപ്പെട്ടവരെ, അത്ര ഉറപ്പിൽ അവനിങ്ങനെ പറയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിച്ചു, ഞാൻ എവിടാ പോകണ്ടേ? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയാണ്, അത് തൃശ്ശൂരിനടുത്ത്. പേടിച്ചാണ് പറയുന്നത് കേട്ടോ, പേടിച്ചാ പറയുന്നത്, കാരണം ഞാൻ ആരാണെന്ന് പുള്ളിക്കറിയാം. തൃശ്ശൂരിനടുത്ത് ചാലക്കുടിയിൽ ഡിവൈൻ എന്ന് പറയുന്ന ഒരു സെൻ്ററുണ്ട്, അച്ഛന്മാരൊക്കെ നടത്തുന്നത്. അവിടെ പോയാൽ ഇയാൾക്ക് പൈസ കിട്ടും. ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ് അങ്ങനെ ഒരു സെൻ്റർ. ആ പേര് കേട്ടപ്പോൾ ഡിവൈൻ, അച്ഛന്മാരൊക്കെ നടത്തുന്നതുകൊണ്ടായിരിക്കും ആ പേരിട്ടേക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അത് എന്തുവാ? അതിനെ ധ്യാന കേന്ദ്രം എന്നാണ് പറയുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് അവിടെ ഇയാൾ ചെന്നാൽ മതി, പൈസ കിട്ടും. പ്രിയപ്പെട്ടവരെ, ഈ ചെറുപ്പക്കാരൻ ഇത്ര ഉറപ്പോടുകൂടെ പറയുകയാണ്. ഇത് പറയുമ്പോൾ എൻ്റെ മേലൊക്കെ പെരുക്കുന്നുണ്ട് കേട്ടോ, മേലൊക്കെ ഇങ്ങനെ കോരിത്തിരിക്കുക. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ചോദിച്ചു, സഹോദരൻ അവിടെ പോയാൽ എനിക്ക് പൈസ കിട്ടുമല്ലോ? കിട്ടും. അപ്പോൾ ഈ മനുഷ്യനറിയില്ല ഞാൻ ആത്മഹത്യ ചെയ്യാൻ വിഷം എടുക്കാൻ പോവുകയാണെന്ന്. ഞാൻ എന്ത് ചെയ്തു? ആ കടയുടെ മുമ്പിൽ നിന്ന് വണ്ടി വളച്ചു. വണ്ടി വളച്ചിട്ട് നേരെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ അമ്മ ഓടി വന്നിട്ട് ചോദിച്ചു, കിട്ടിയോ മോനെ? ഞാൻ പറയും, കിട്ടിയില്ല, കിട്ടാനൊരു വഴി ഒരാൾ പറഞ്ഞു തന്നു, നമുക്ക് കുറച്ച് പൈസ കിട്ടാൻ സാധ്യതയുണ്ട്. അമ്മ ചോദിച്ചു, എവിടുന്നാ? ഉടനെ അപ്പം വന്നിട്ട് പറ, ഇനി ഒന്നും നോക്കണം, നീ എത്ര കാലം കൊണ്ട് ഇത് പറയുന്നത്, ഇനി ഒന്നും നടക്കത്തില്ല, ഇപ്പം നമുക്ക് ചാവാം. അപ്പൻ അങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞു, ഈ ഒരാഴ്ചയും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, രക്ഷപ്പെടാനൊരു മാർഗമുണ്ടെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, അമ്മയോടത്തും അപ്പനോടും പറഞ്ഞില്ല ഞാൻ എവിടെ പോകുന്നെന്ന്. 5 ദിവസം കഴിഞ്ഞ് ഞാൻ വരും, അന്ന് നമുക്ക് കടക്കാരെ തീർക്കാം. വരുന്ന ആൾക്കാരുടെയൊക്കെ എല്ലാം പറഞ്ഞോ, 5 ദിവസം കഴിഞ്ഞ് പൈസ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും ഫോണിൽ വിളിച്ച് പറഞ്ഞു. 5 എന്നുള്ളത് അമ്മ 6 ആക്കിയിട്ട് പറഞ്ഞു, 6 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ എല്ലാം പണം കൊണ്ട് വീട്ടിൽ തരും കേട്ടോ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ചെറുപ്പക്കാരൻ എന്നെ ഒരു വണ്ടിയിൽ കയറ്റി വെള്ളിയാഴ്ച ദിവസം ചാലക്കുടിയിലെ ഡിവൈൻ ധ്യാന കേന്ദ്രം എന്ന് പറയുന്ന സെൻറ്ററിലേക്ക് അയച്ചു. ഈ കയറ്റി വിടുന്നതിന് മുമ്പായിട്ട് ബസ്സിൽ അങ്ങോട്ട് സീറ്റിൽ കയറി ഇരുന്നാണ് ഈ ചെറുപ്പക്കാരൻ എൻ്റെ പറഞ്ഞു, അവിടെ ചെന്നിട്ട് ഒരിത്തിരി പ്രാർത്ഥിക്കണം കേട്ടോ, എന്നാലേ ഇത് കിട്ടുകളേ. എന്തോ ഒരു പന്തികേട് തോന്നി എനിക്ക്. പ്രിയപ്പെട്ടവരെ, ഞാൻ വണ്ടിയിൽ കയറിയിരുന്നു. കിട്ടുന്ന പൈസയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഏതച്ഛൻ എപ്പോഴാണ് എത്രാമത്തെ ദിവസമാണ് തരുന്നതെന്നൊന്നും അറിയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ചെന്നു. ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് ഞാൻ നോക്കുമ്പോഴാകട്ടെ പേരെല്ലാം രജിസ്റ്റർ ചെയ്തിട്ട് ബാഗും തൂക്കിപ്പിടിച്ച് ചെന്ന് നോക്കുമ്പം അവിടെ കുറേ ജനങ്ങൾ ഒരു സ്റ്റേജിൻ്റെ മുമ്പിലിരുന്ന് യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയും വലിയ വായിലെ ഒച്ച വയ്ക്കുന്നു. ഇതങ്ങോട്ട് കണ്ടപ്പോൾ എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ദൈവം, ഇത് എന്തുവാ ഇത്? ഞാനിത് എവിടെ വന്ന് പെട്ടേ? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആലോചിച്ച് ഭ്രാന്തെടുക്കുക. ഞാൻ പതുക്കെ ഇരുന്നിടത്തുനിന്ന് ബാഗ് എടുത്തോണ്ട് അങ്ങ് എഴുന്നേറ്റിട്ട് പതുക്കെ നടക്കാൻ തുടങ്ങി. നടന്ന് ആ ഗേറ്റിൻ്റെ അടുത്ത് ചെന്നപ്പം അവിടെ ഒരു സെക്യൂരിറ്റി, അദ്ദേഹത്തെ പ്രേക്ഷിതനാണ് വിളിക്കുന്നത്, അദ്ദേഹം അവിടെ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് അത്യാവശ്യമായിട്ട്, ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം, ഇത്തിരി പൈസയുടെ ഇടപാടുണ്ട്, അതുകൊണ്ട് ഞാൻ അടുത്ത ആഴ്ച ഇങ്ങ് വരാം, അതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊന്ന് പോകണം, എന്നെ ഒന്ന് വിട്ടേരെന്ന് പറഞ്ഞു. എല്ലാം കേട്ട് വന്നിട്ട് ഈ പ്രേക്ഷിതൻ പറഞ്ഞു, പെട്ടെന്ന് പോകണമല്ലേ, അത്യാവശ്യമാണല്ലേ, ഇനിയിപ്പോൾ 5 ദിവസം കഴിഞ്ഞേ ഈ ഗേറ്റ് തുറക്കൂ. അയ്യോ, എനിക്ക് വീട്ടിൽ പോകണം മോനെ, ഇനി 5 ദിവസം കഴിഞ്ഞ് ഇതിനകത്ത് പോകാൻ പറ്റൂ.
പ്രാർത്ഥിക്കാനായിട്ട് ഇതിനകത്ത് വരുന്നത്. ഈ 5 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ച് വീട്ടിലെ സമ്പത്തൊക്കെ അവിടെ വീട്ടിൽ വേറെ ചെല്ലും. ഈ ചെറുപ്പക്കാരൻ പറയുക, വീണ്ടും ബാഗും വലിച്ചെടുത്തുകൊണ്ട് ഞാൻ വന്ന് ആ കസേരയിലിരുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ 3 ദിവസം ഞാൻ ഇരിക്കുന്ന കസേരയുടെ അടുത്തൊരു ഇരുമ്പ് തൂണുണ്ട്. ഈ തൂണിൽ ചാരി ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുക. ഞാൻ ഒന്നും കേൾക്കുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതാണ്ട് അച്ഛന്മാരൊക്കെ അവിടെ വന്ന് എന്തൊക്കെ പറയുന്നു. ഒറ്റ കാര്യം മാത്രം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സ്റ്റേജിലേക്ക് കയറി വരുന്ന അച്ഛൻ, ഏതച്ഛൻ്റെ കയ്യിലാണ് പൈസ ഇരിക്കുന്നത്, പെട്ടിയിരിക്കുന്നത്, ഇത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ വന്നു കയറുന്ന ഒരച്ഛന്മാരുടെ കയ്യിലും ഒരു പെട്ടിയുമില്ല. 5 രൂപ അങ്ങോട്ട് കൊടുക്കണമെന്നേ തോന്നത്തുള്ളൂ. കാരണം കാലെ ചെരുപ്പ് പോലും ഇടാതെ കുറേ അച്ഛന്മാരവിടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആലോചിച്ച്, ദൈവമേ, ഇവരാണോ എനിക്ക് പൈസ തരുന്നേ? വാച്ചുമില്ല, ചെരുപ്പുമില്ല, ഒന്നുമില്ല. താടിയൊക്കെ നിറച്ച കുറേ അച്ഛന്മാർ സ്റ്റേജിലോട്ട് വന്ന് കയറുന്നു. ആദ്യത്തെ 3 ദിവസം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്നോടൊപ്പം ധ്യാനം കൂടുന്നത് ഒരു ചെറുപ്പക്കാരനല്ല, എന്നെ കാട്ടിത്തിൽ കൂടെ ഒക്കെ പ്രായമുള്ള ഒരാൾ. ഈ മനുഷ്യൻ ഭയങ്കര സന്തോഷം. ഡോർമെട്രിയിൽ ഞങ്ങൾ ഒരുമിച്ചാണ് കിടക്കുന്നത്. എൻ്റെ കട്ടിൽ ഇവിടെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കട്ടിൽ അവിടെ കേട്ടോ. അവിടെ ചെന്നതിന് ശേഷം എനിക്ക് ഭയങ്കരമായ ഉറക്കം. വീട്ടിലാണെങ്കിൽ ഉറക്കം പോലും കിട്ടായിരുന്നേ. ആ ധ്യാന കേന്ദ്രത്തിൽ കാലെടുത്ത് വെച്ചാൽ തൊട്ട് ഞാനിരുന്ന് ഉറങ്ങുക. ഉറക്കം എവിടുന്നാണെന്നറിയില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ എൻ്റെ അടുത്തിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ വലിയ സന്തോഷം, ചിരിയും പാട്ടും ബഹളവും, ഇടയ്ക്കൊക്കെ എൻ്റെ ദേഹത്തൊക്കെ വന്നിങ്ങനെ തട്ടും, ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പം ഞാൻ എന്തൊക്കെ ഒരു ദിവസം ഈ മനുഷ്യൻ 3-ാമത്തെ ദിവസം 2-ാമത്തെ ദിവസം വൈകുന്നേരം എന്തൊക്കെ ചോദിക്കുകയാണ്, എന്താ ധ്യാനത്തിന് വരാനുള്ള കാരണം? മറ്റൊരു സമുദായത്തിൽ നിന്നല്ലേ. അപ്പം എന്താണ് ധ്യാനത്തിന് വരാനുള്ള കാരണം? ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് കടമുണ്ട്, 98 ലക്ഷം രൂപ കടമുണ്ട്, അത് തീർക്കാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ മനുഷ്യൻ എന്തൊക്കെ പറയാണ്, 98 ലക്ഷം രൂപയുള്ളോ? എനിക്ക് 4 കോടിയുണ്ട്. 4 കോടി ഉണ്ടായിട്ടാണോ ഈ ചിരിച്ചു കളിച്ച് ഇവിടെ നടക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ 4 കോടിയുള്ള മനുഷ്യൻ തുള്ളിച്ചാടി നടക്കുന്നു. 98 ലക്ഷം രൂപ കടക്കാരനായി ഞാനിങ്ങനെ താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നു. ചത്തുകളയാം തീരുമാനിച്ച്. ഈ മനുഷ്യൻ്റെ സന്തോഷമൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയോ കയറുന്നത് പോലെ. അങ്ങനെ 2-ാമത്തെ ദിവസം രാത്രി കഴിഞ്ഞു. 3-ാമത്തെ ദിവസം രാവിലെ 6:30 മണിക്ക്, രാവിലെ 5 മണിക്ക് അവിടെ വന്ന് വിളിച്ചുണർത്തും. ഞാൻ പറയില്ല, ഭയങ്കരമായ ഉറക്കമാണ്. ഈ സമയത്ത് ഈ പ്രേക്ഷിതം എഴുതര് എല്ലാവരും പോയി കാപ്പി കുടിച്ചിട്ട് പെട്ടെന്ന് പോയി രാവിലെ ഒരു കരിപ്പട്ടി കാപ്പിയൊക്കെ തരും. ഇതും കുടിച്ചിട്ട് നമ്മളുടെ ധ്യാനം അവിടെ പോയി ഇരിക്കണം. എനിക്കാണെങ്കിൽ ഉറങ്ങിയിട്ട് പാടില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കാപ്പിയും കുടിച്ച് അവിടെ ചെന്നിങ്ങനെ ഞാൻ 3-ാമത്തെ ദിവസം രാവിലെ ഇരിക്കുമ്പോൾ, അന്ന് പനക്കൽ അച്ഛനാണ് രാവിലെ ക്ലാസ് എടുക്കാനായിട്ട് വരുന്നത്. അന്നും നോക്കി, ഈ അച്ഛൻ്റെ കയ്യിൽ പെട്ടി വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അച്ഛൻ അങ്ങനെ വന്നിട്ട് അച്ഛൻ വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. ഞാൻ ഉറങ്ങാനുള്ള സെറ്റപ്പിലേക്കൊക്കെ ഒരുങ്ങാൻ തുടങ്ങി. അച്ഛൻ ഇങ്ങനെ വചനം പറഞ്ഞ് അച്ഛന് ഒരു പ്രത്യേകതയുണ്ട്. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ എഴുന്നേൽപ്പിച്ചൊന്ന് പ്രാർത്ഥിപ്പിക്കും. എല്ലാവരും ഉറങ്ങുന്നതാണോ അറിഞ്ഞിട്ടാണോ എന്തോന്നൊന്നും അറിയത്തില്ല. അച്ഛൻ എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പനക്കൽ അച്ഛൻ ഇടയ്ക്ക് എല്ലാവരെയും എഴുന്നേൽപ്പിക്കുമ്പോൾ ഞാൻ വായി വരുന്നതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഞാനും അങ്ങ് എഴുന്നേറ്റിട്ട് അപ്പോൾ എല്ലാവരും സ്തുതിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ നിൽക്കത്തുള്ളൂ. എനിക്കറിയത്തില്ല ഇതൊന്നും സ്തുതിക്കാൻ. എല്ലാവരും ഇങ്ങനെ സ്തുതിക്കുന്നു, ഇങ്ങനെ ആക്കുന്നു, ഇങ്ങനെ എനിക്കൊന്നും പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പനക്കലച്ഛൻ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് നിന്നിട്ട് അച്ഛൻ ഒരു സന്ദേശം പറയാണ്. കർത്താവ് വിജാതീയനായ ഒരു മകനെ ഈ നിമിഷം തൊടുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനപ്പോൾ അതുവരെയും ചിന്തിച്ചത്, കർത്താവ് എന്ന് പറയുന്ന യേശുവിൻ്റെ പേരാണ് നമുക്കറിയാം. കർത്താവ് ക്രിയ ചെയ്തവൻ, സൃഷ്ടി ചെയ്തവൻ. ഈ കർത്താവ് തൊടുന്നു എന്ന് പറയുന്നത് എന്തുവാ? അപ്പം ഞാൻ ശരി, കർത്താവ് എന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഞാനപ്പോൾ കണ്ണു തുറന്ന് നോക്കി, കർത്താവ് ആരാ ഇവിടെ? തൊടുന്നെന്നല്ലേ പറഞ്ഞേ? ഞാൻ എൻ്റെ വിശ്വാസം ഇന്നവർ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കുറച്ച് കഴിഞ്ഞ് അച്ഛൻ അവരെ ഇരുത്തി, ഞാനും ഇരുന്നു. ഞാൻ നോക്കുന്നുണ്ട്, ഈ കർത്താവ് ആരാണ്? കുറെ കഴിഞ്ഞ് വീണ്ടും അച്ഛൻ ക്ലാസ്സിനിടയ്ക്ക് വീണ്ടും ആളുകളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് വീണ്ടും സ്തുതിക്കുകയാണ്. സ്തുതിച്ചിട്ട് അച്ഛൻ പറഞ്ഞ അടുത്ത സന്ദേശം ഇതാണ്: കർത്താവ് ആ മകന് ഒരു കാസറ്റ് നൽകി അനുഗ്രഹിക്കുന്നു. ഞാൻ ചെയ്തു, പുള്ളിക്കാരൻ ഇതിൻ്റെ പരിപാടിയുണ്ടോ? കാസറ്റ്? അപ്പം ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു. കാരണം ഞാൻ ചെയ്ത ബിസിനസ്സിൻ്റെ കൂട്ടത്തിൽ ഒരു ബിസിനസ്സായിരുന്നു ഓഡിയോ കാസറ്റിൻ്റെ പ്രൊഡ്യൂസിങ്. സ്വന്തമായിട്ട് ചിത്രയെയും ജയചന്ദ്രനെയും അവർ MG സുമാനൊക്കെ വിളിച്ച് കാസറ്റ് സ്വന്തമായിട്ട് പാടിച്ച് നിർമ്മിക്കുമായിരുന്നു. ഗുരുവായൂർ ഭക്തിഗാന കാസറ്റുകൾ, പ്രണയഗാനങ്ങൾ ഒക്കെ 7ഓളം കാസറ്റുകൾ ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്.
അപ്പം ഞാൻ വിചാരിച്ചു അത് അങ്ങനെ കാസറ്റൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് വൈകുന്നേരം ആരാധന, അന്നത്തെ പകൽ അങ്ങനെ പോയേ. അന്ന് വൈകുന്നേരം ഒരു ആരാധനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട മാത്യു തടത്തിൽ അച്ഛൻ ആരാധന ഇങ്ങനെ അൾത്താരയിൽ കൊണ്ടുവന്നിച്ച് ആ മോൺസ്റ്റൻസിനകത്ത് ഇങ്ങനെ ആരാധന എടുത്തു വെച്ചു, ഇത് പരിശുദ്ധ കുർബാന എടുത്തു വെച്ചു. പ്രിയപ്പെട്ടവരെ, അതിങ്ങനെ വെച്ച് അടയ്ക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് അച്ഛൻ പറയുകയാണ്, ഇത് യേശുവാണ്, ഈ ദൈവത്തിന് നിന്റെ അടുത്ത് വരാൻ സാധിക്കും, ഈ ദൈവത്തിന് നിന്റെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും, ഈ ദൈവത്തിന് നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്താൻ സാധിക്കും, ഈ ദൈവത്തിന് നിന്റെ കടഭാരം മാറ്റാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയ്ക്ക് മുമ്പായിട്ട് എൻ്റെ അടുത്തിരിക്കുന്നവരൊക്കെ പറയുന്നുണ്ടായിരുന്നു, ആരാധനയുടെ സമയത്താണ് നമുക്ക് അനുഗ്രഹം കിട്ടുന്നതെന്ന്. അപ്പം ഞാൻ ചിന്തിച്ചു, അപ്പം ആരാധനയുടെ സമയത്താണ് പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, പൈസ കൊടുക്കുന്നത്. ഉറപ്പിച്ചു. അപ്പം അച്ഛൻ പറയുകയും ചെയ്ത്, നിങ്ങളുടെ കടഭാരം എന്താ മാറ്റാൻ പോകുന്നു, നിങ്ങളുടെ കടഭാരം മാറ്റാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അച്ഛൻ പറയാണ്, ഇത് യേശുവാണ്, ദൈവമാണെന്ന് ഞാൻ നോക്കുമ്പം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഒരു പരന്നിരിക്കുന്ന ദൈവത്തെ ഞാൻ കാണുന്നേ. ഇന്നേ വരെ കണ്ടിട്ടില്ല അങ്ങനെ. ഞാൻ ചോദിച്ചു, ഈ പേപ്പർ കഷ്ണം കണക്കിരിക്കുന്ന സാധനം നോക്കിയിട്ടാണോ അത് യേശുവാണെന്ന് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആരാധന എല്ലാവരും ഇങ്ങനെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. അറിയാമല്ലോ, ഞാൻ നിൽക്കുന്ന ഇങ്ങനെയാണേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. എൻ്റെ അടുത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ കൈ തട്ടുന്നുണ്ട് ഞാനൊന്ന് കൈ പൊക്കാൻ വേണ്ടി. എവിടെ പൊക്കാൻ? ഞാൻ വീണ്ടും ഇങ്ങോട്ട് മാറി നിൽക്കുക. ചെയ്യുന്നില്ല. അവസാനം അച്ഛൻ അവിടെ നിന്ന് പറയാണ്, അനുഗ്രഹം വേണ്ടവരൊക്കെ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. അപ്പം എനിക്കറിയാം, എനിക്ക് പൈസ വേണം, അനുഗ്രഹം വേണം, ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ചേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് ഞാൻ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ട് യേശു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. കൈകൾ കൂപ്പിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, ഇവിടെ വന്നപ്പോൾ നീയാണ് ജീവിക്കുന്ന ദൈവം എന്ന് എല്ലാവരും പറയുന്നു, നീ മാത്രമാണ് ജീവിക്കുന്ന ദൈവം എന്ന് എല്ലാവരും പറയുന്നു. ഇതുവരെ ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ദൈവമേ, നീ ജീവിക്കുന്നവനാണെങ്കിൽ എൻ്റെ പേര് ഈ നിമിഷം നീ ഇവിടെ പറയണം. ഇത് പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ കണ്ണടച്ച് നിന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പം തടത്തിലച്ഛൻ അവിടുന്ന് പറയുന്നു, കർത്താവ് രഞ്ജിത്ത് എന്ന പേരുള്ള ഒരു മകനെ ഈ നിമിഷം തൊടുന്നു. പ്രൈസ് ദി ലോർഡ്. വലത് കരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഞാനിങ്ങനെ വണ്ടറായി നിൽക്കുകയാണേ. ഞാൻ എന്നിട്ട് ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുന്നു. പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവിടെ ഞാൻ പേര് കൊടുക്കാനായിട്ട് വന്നപ്പോൾ എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഈ പേരിൻ്റെ ലിസ്റ്റ് എടുത്ത് അച്ഛയില്ല മേശപ്പുറത്ത് വെച്ചിട്ട് അതിനകത്ത് നോക്കി ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ എല്ലാം നോക്കി, സുരേഷിനെ തൊടുന്നു, സുലൈമാനെ തൊടുന്നു, രഞ്ജിത്തിനെ തൊടുന്നു. എളുപ്പമുണ്ടല്ലോ. ഇങ്ങനെ ചിന്തിച്ചു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടിനകത്തേക്ക് ഒരു തണുത്ത കാറ്റ് കയറാൻ തുടങ്ങുന്നു. ഞാൻ കണ്ണു തുറന്ന് സക്രാരിയിലേക്ക് നോക്കുമ്പോൾ അതിനകത്തുനിന്നൊരു വിരല് എൻ്റെ നേരെ ഇങ്ങനെ വരുന്നു. അതിനകത്ത് ഒരു റെഡ് റിബൺ കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വിരല് വന്നിട്ട് എൻ്റെ നെഞ്ചത്തിങ്ങനെ തൊട്ട് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പം ഈ റിബൺ മാത്രമേ പിന്നെ എൻ്റെ നെഞ്ചത്തുള്ളൂ. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ആരെയും കാണാൻ വയ്യ, ഈ പരിശുദ്ധ കുർബാന മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പം ഒരു കട്ടിലേക്ക് കിടക്കുക. എൻ്റെ ബോധം പോയി. ഇല്ല, 4 കോടി രൂപ കടമുള്ള ആൾ കട്ടിലിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുന്നു. എന്തോ പറ്റിയത്? പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ണു തുറന്ന് നോക്കി വെള്ളമെല്ലാം കുടഞ്ഞിട്ടേക്ക് തന്നെ. കണ്ണു തുറന്ന് നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, എന്തോ പറ്റിയെന്നോ? ഇയാൾ എന്തൊരു നിലവിളിയായിരുന്നു ഇവിടെ, ഇയാൾ എന്തൊരു കരച്ചിലായിരുന്നു ഇവിടെ. ഞാൻ പറഞ്ഞു, ഞാൻ കരഞ്ഞോ? പ്രിയപ്പെട്ടവരെ, ആളുകൾ പറയുന്നത് ഈ വന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ എന്തോ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഇത് വന്ന് തൊട്ടപ്പം 4 കസേരയുടെ പുറകിലേക്ക് ഞാൻ ചെറിച്ച് വീണെന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് എഴുന്നേറ്റതാ പ്രിയപ്പെട്ടവരെ. 17 വർഷമായി ഇന്ന് വരെ പിന്നെ വീഴാൻ എൻ്റെ കർത്താവ് അനുവദിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വലത് കരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീഴാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. അതിനുശേഷം ബാക്കിയുള്ള 2 ദിവസങ്ങൾ ഞാനിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുക ധ്യാന കേന്ദ്രത്തിൽ. ഞാൻ ചെയ്തു കൂട്ടിയ വൃത്തികേടുകൾ മുഴുവൻ അവിടെ ക്ലാസ് എടുക്കാൻ വരുന്ന അച്ഛന്മാർ പറയുന്നു, നീ അത് ചെയ്തില്ലേ, നീ ഇത് ചെയ്തില്ല, അയ്യോ ചെയ്ത്. പ്രിയപ്പെട്ടവരെ, ചെയ്തു കൂട്ടിയ സകല വൃത്തികേടുകളും അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്. അവസാനം
കൗൺസിലിങ്ങിനൊക്കെ പോയപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ബ്രദറും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവ് നിനക്കൊരു കാസറ്റ് തരാൻ പോകുന്നു. ഞാൻ പറഞ്ഞു 5 പൈസ ഇല്ല എൻ്റെ കയ്യിൽ, അത് നിർമ്മിക്കണേ ഒത്തിരി പൈസ, നീ പ്രാർത്ഥിച്ചൊരിക്കോ ദൈവം നിനക്കൊരു കാസറ്റ് തരും. പ്രിയപ്പെട്ടവർ, അതിനുശേഷം കാസറ്റൊക്കെ കർത്താവ് തന്നു. തിരിച്ച് ധ്യാനം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരിക, ദൈവത്തിൻ്റെ ഇങ്ങനെ ആനന്ദത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിറഞ്ഞ് ഞാനിങ്ങനെ കരയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വീടിൻ്റെ അടുത്തെത്താറായി. വീടിൻ്റെ അടുത്തെത്താറായപ്പോൾ പെട്ടെന്നില്ല ചിന്ത വന്നു, 98 ലക്ഷം രൂപയായിട്ടല്ലേ ഞാൻ തിരിച്ചു ചെല്ലത്തോളം നല്ലേ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ആലോചിക്കും, എന്ത് ചെന്ന് അപ്പനോടും അമ്മയോടും പറയും. പ്രിയപ്പെട്ടവരെ, വീടിൻ്റെ ഗേറ്റ് തുറന്ന് അകത്ത് കയറിയപ്പം അപ്പനും അമ്മയും ഓടി വന്നു, മോനെ കിട്ടിയോ? ഞാൻ പറഞ്ഞമ്മ, പൈസ കിട്ടിയില്ല, പക്ഷെ ഒരു ദൈവത്തെ കിട്ടിയമ്മ. പൈസ കിട്ടിയില്ലമ്മ, ഒരു ദൈവത്തെ കിട്ടി എനിക്ക്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ കർത്താവിനെ കുറിച്ച് എൻ്റെ വീട്ടിലിങ്ങനെ എൻ്റെ മാതാപിതാക്കളോട് പറയുമ്പം എൻ്റെ അമ്മയും അപ്പനും എൻ്റെ സഹോദരങ്ങളും വാ വിട്ട് നിലവിളിക്കുക. അതെ, പരിശുദ്ധാത്മാവ് അവിടെ വന്ന് ഇറങ്ങി. പരിശുദ്ധാത്മാവ് അവിടെ വന്ന് ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ ഇതാ ഇന്ന് വരെ ഒരു ദിവസം പോലും എൻ്റെ കർത്താവ് എനിക്ക് വിശ്രമം തരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവനെക്കുറിച്ച് പറയാത്ത ഒരു ദിവസം പോലും ദൈവം ഈ 17 വർഷം കൊണ്ട് എനിക്ക് തരുന്നില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവരും പറയും കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ സമാധാനം കിട്ടുമെന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ല ഈ സമാധാനം. പക്ഷേ ഞാൻ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ആനന്ദം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കത്തില്ല, ജലത്തിലൂടെ നടന്നാലും നീ താണു പോകത്തില്ല. അതെ പ്രിയപ്പെട്ടവരെ, ആ അസമാധാനത്തിന് നടുക്ക് സമാധാനം തരുന്ന കർത്താവിനെ ഒന്ന് കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞേ, ഒന്ന് യേശുവേ നന്ദി എന്ന് പറഞ്ഞേ, യേശുവേ നന്ദി എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ കർത്താവേ, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അഭിമാനമുണ്ട്. നിന്നതല്ല, കർത്താവ് എന്നെ കൊണ്ടുവന്ന് നിർത്തിയതാ. ഞാൻ ആഗ്രഹിച്ചില്ല, ഞാൻ സ്വപ്നം പോലും കണ്ടില്ല ഇങ്ങനെയൊക്കെ വന്നു നിന്ന് പറയുമെന്ന്. എനിക്കറിയില്ല, ഒരു ദൈവശാസ്ത്രവും ഞാൻ പഠിച്ചിട്ടില്ല, ഒരു തിയോളജിയും പഠിച്ചിട്ടില്ല. ദാ ഈ ബൈബിള് പോലും ഇന്ന് വരെ മൊത്തത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ എന്നിട്ടും എൻ്റെ ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കുന്നതാണപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിനകത്തും പുറത്തുള്ള സെമിനാരികളിലും സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിഗേഷനിലും ഒക്കെ ധ്യാനിപ്പിക്കാൻ വിടുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ദൈവമേ, എന്ത് ദൈവശാസ്ത്രം പഠിച്ചിട്ടാണ് ഞാൻ പോന്നേ? അറിയത്തില്ല. ഒരു സൺഡേ സ്കൂളിൽ പോലും പോയില്ല, ഒരു കാറ്റക്കിസം പോലും ഞാൻ പഠിച്ചിട്ടില്ല. കൊല്ലം രൂപതയിൽ 9 വർഷമായിട്ട് കാറ്റിസത്തിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്ററായിട്ട് എന്നെ എടുത്ത് വെച്ചേക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കെ, പൊട്ടനെ. ഫാമിലി അപ്പോസ്റ്റലേറ്റുമായിട്ടും മതബോധന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടും ക്ലാസ്സുകൾ എടുക്കാനും സ്കൂളുകൾ തോറും കോളേജുകൾ തോറും യുവജനങ്ങളുടെ ഇടയിലും ഒക്കെ പോകുമ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ, എന്ത് ക്വാളിറ്റി കണ്ടിട്ടാ കർത്താവേ എന്നെ ഇങ്ങനെ തിരഞ്ഞെടുത്ത്. അതുകൊണ്ടാണ് ഫിലിപ്പിയരുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 12-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്. വചനം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്കായി മാറി. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്കായി മാറി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇതെന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? എന്താണ് ആ ചോദ്യം? ആ കടം എന്തോ ആയി? പ്രിയപ്പെട്ടവർ, ഇതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. നമുക്ക് വേറെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഇതെന്തോ ആയി പറഞ്ഞ് അത് അവസാനിപ്പിക്കേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് 98 ലക്ഷം രൂപ കടത്തിൽ നിന്ന്, ആത്മഹത്യയുടെ വക്കത്ത് നിന്ന് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് വെറും 3 ലക്ഷം രൂപ മാത്രമേ കടവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വലത് കരമർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ, കരങ്ങൾ അടിച്ചത് കർത്താവിന് നന്ദി പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന എൻ്റെ കർത്താവ്, അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന എൻ്റെ ദൈവം ദാ സ്വർഗത്തിൽ നിന്ന് നൂലിക്കെട്ടി ഇറക്കിത്തരും. പ്രിയപ്പെട്ടവരെ, ഒന്ന് മാത്രം സഞ്ചാരി പറയുന്നുണ്ട്, അവിടുത്തെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിന്നുകൊള്ളുക, അവിടുന്ന് തക്ക സമയത്ത് നിന്നെ എടുത്ത് ഉയർത്തിക്കൊള്ളും. എന്താ വചനം പറഞ്ഞേ? അവിടുത്തെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ എങ്ങനെ നിൽക്കണമെന്നാ പറഞ്ഞേ? നമ്മൾ എങ്ങനെ നിൽക്കണമെന്നാ പറഞ്ഞേ? താഴ്മയോടെ, താഴ്മയോടെ അങ്ങനെ നിന്നാൽ അവിടുന്ന് തക്ക
തക്ക സമയത്ത് നമ്മളെ എടുത്തുയർത്തിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, ഈ 17 വർഷം ദാ ഈ ശക്തമായ കരത്തിൻ്റെ കീഴിൽ ഇങ്ങനെ നിൽക്കാൻ ദൈവം കൃപ തന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിവാഹം കഴിഞ്ഞ് 5 മക്കൾ എനിക്കുണ്ട്. 4 ആണും 1 പെണ്ണും. 3 മക്കളെ ഡയറക്റ്റായിട്ട് എൻ്റെ ഭാര്യയുടെ ഉദരത്തിലേക്ക് ഇട്ടു. 2 പേരെ നോക്കാൻ ഏൽപ്പിച്ചു. എവിടുന്നൊക്കെയോ വരിക, കർത്താവ് കൊണ്ട് തരിക എന്നെനിക്കറിയാം. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ പ്രഘോഷിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും എൻ്റെ മക്കളിൽ ആരെങ്കിലും ഒരാളെങ്കിലും മുട്ടുമേ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കിട്ടിയ ദൈവത്തെ 1000 വട്ടം കർത്താവിനോട് നന്ദി പറഞ്ഞാലും തീരില്ല. നേരത്തെ ബ്രദർ പറഞ്ഞു, ഫാറ്റിമ കോളേജിൽ, കൊല്ലം ഫാറ്റിമ മാതാ നാഷണൽ കോളേജിൽ ഇന്ന് എൻ്റെ ഡെസിഗ്നേഷൻ എനിക്ക് അച്ഛന്മാർ തന്നേക്കുന്നത് ഫൈനാൻസ് ഓഫീസറാണ്. ഒന്ന് ആലോചിച്ച് നോക്കേ, എന്തിൻ്റെ മേഖലയിൽ ഞാൻ തകർന്നോ അതിൻ്റെ അഡ്രസ്സിലാണ് ഇന്ന് തന്നെ അറിയപ്പെടുന്നത്. ഒന്ന് ആലോചിച്ചോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ്. എന്തിൻ്റെ മേഖലയിൽ തകർന്നോ അതിൻ്റെ അങ്ങ് ഉയരത്തിൽ കൊണ്ടുപോയി നിർത്തി. ദൈവം പറയുന്ന സമയം വരെ അവിടെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് കഴിയുമ്പോൾ ഈശോ പറയുന്നിടത്തേക്ക് പോകണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആഗ്രഹിക്കുകയാണ് 24 hours എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് ഓടാൻ സാധിക്കണം, അനുഭവിക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഓരോ പടിയിറക്കങ്ങളിലും ദൈവം നമ്മളോടൊപ്പം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോ പടിയിറക്കങ്ങളിലും ദൈവം നമ്മളോടൊപ്പം ഉണ്ട്. പഴയ നിയമത്തിലെ ജോസഫിൻ്റെ പടിയിറക്കത്തിൽ ജോസഫ് അവിടുന്ന് വീടിൻ്റെ പടി ഇറങ്ങി ചേട്ടന്മാർ കൊണ്ടുവന്ന് കിണറ്റി കൊണ്ടുവന്ന് പിന്നെ അവിടുത്തെ അടിമകൾക്ക് വിൽക്കുന്നു. അവനെ വീണ്ടും ഫറവോൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു. അവനെ ജയിലിൽ കൊണ്ടു നടക്കുന്നു. അവനെ രാജാവാക്കുന്നു. ഇല്ലേ? അവനോടൊപ്പം ആരുണ്ടായിരുന്നു? ദൈവമുണ്ടായിരുന്നു. ഹാഗാർ അബ്രഹാമിൻ്റെ വീട്ടിൻ്റെ പടി ഇറങ്ങുമ്പോൾ അവളോടൊപ്പം ആരുണ്ടായിരുന്നു? ദൈവമുണ്ടായിരുന്നു. ഫറവോൻ്റെ അടുത്ത് ഇസ്രായേൽ ജനത്തെ നയിച്ചു കൊണ്ടുവരുമ്പോൾ ആ ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ മഴയായി, മേഘസ്തംഭമായി, അഗ്നിസ്തംഭമായി ആരുണ്ടായിരുന്നു? ദൈവമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാ നമ്മുടെ പടിയിറക്കങ്ങളിൽ ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ, നമ്മൾ ഭവനങ്ങളിലായിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളോടുകൂടെ ഈ ദൈവമുണ്ട്. ഈ ദൈവത്തെ നിരന്തരം ഒന്ന് ആശയവിനിമയം ചെയ്യുന്നതാണ് പ്രാർത്ഥന എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. ഈ ദൈവവുമായിട്ട് നിരന്തരം ഒരു ബന്ധം സ്ഥാപിക്കുക. എന്നെ ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 17 വർഷത്തെ അനുഭവം കൊണ്ട് ഓരോ ദിവസവും എൻ്റെ കർത്താവ് ഇങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് 1 പത്രോസ് 2:9 പറയുന്നുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണെന്ന്. നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ സ്വന്തം ജനം, രാജകീയ പുരോഹിത ഗണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ, ഒരായുഷ്കാലം പറഞ്ഞാലും തീരില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരായുഷ്കാലം പ്രസംഗിച്ചാലും തീരില്ല. പ്രിയപ്പെട്ടവരെ, ഒരു പ്രസംഗത്തിനുമൊക്കെ അപ്പുറത്തായിട്ട് എൻ്റെ ക്രിസ്തുവിനെ എനിക്കൊന്ന് അനുഭവിക്കാൻ പറ്റിയാൽ, ഒന്ന് യോഹന്നാൻ ചെയ്തതുപോലെ ഒന്ന് തൊടാൻ പറ്റിയാൽ. യോഹന്നാൻ്റെ പ്രത്യേകതയായിരുന്നു, അവൻ എപ്പോഴൊക്കെ ഈശോയുടെ അടുത്ത് ചെന്നിരിക്കുമ്പോഴും യേശുവിനെ നെഞ്ചിലേക്കൊന്ന് ചാഞ്ഞു കിടക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നാവട്ടെ. കർത്താവിൻ്റെ നെഞ്ചെടുപ്പ് പോലും നമ്മുടെ ചെവികൾക്ക് കേൾക്കാനാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരുന്നൊരു ജ്ഞാനമുണ്ട് കേട്ടോ. ഈ ജ്ഞാനം നമ്മൾ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്ന ഒരു ജ്ഞാനമുണ്ട് നമുക്ക്. എന്നെ കേൾക്കുന്നവർക്കും ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേർക്കും ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തരുന്ന ഒരു ജ്ഞാനമുണ്ട്. ഈ ജ്ഞാനമാണ് ദൈവവുമായിട്ട് എന്നെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം നിരന്തരം. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ. നേരത്തെ പറഞ്ഞതുപോലെ ഈ 17 വർഷക്കാലം ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, പട്ടിണിയും ദാരിദ്ര്യമാ. ധ്യാനം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് പനക്കലച്ചനെ പോയി കണ്ടിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ പൈസ കൊടുക്കാനുള്ള ആൾക്കാരുടെ എന്തോ പറയും,
അപ്പോൾ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന ഉപദേശം എന്താണെന്നറിയോ? നീ പൈസ കൊടുക്കാനുള്ള എല്ലാവരുടെയും വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് പറയണം, എന്ന് എൻ്റെ കർത്താവ് എനിക്ക് പൈസ തരുന്നോ അന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരും. അടി തരത്തില്ലേ നമുക്ക് പ്രിയപ്പെട്ടവരെ? എന്നിട്ടും ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിൽ കേട്ടു അത്. എന്നിട്ട് പൈസ കൊടുക്കാനുള്ളവരുടെ എല്ലാവരുടെയും വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, എന്ന് എൻ്റെ കർത്താവ് എനിക്ക് പൈസ തരുന്നോ അന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരും. അവരിങ്ങനെ വാ പൊളിച്ച് നിൽക്കുക, ഇവൻ എന്തോ പറ്റി. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞപ്പോൾ ഉടനെ അവർ തിരിച്ചു ചോദിക്കുക, തരുമല്ലോ, ഉറപ്പാണല്ലോ, കൊണ്ടുതരുമല്ലോ, സമയമൊന്നും പറയുന്നില്ല, കൊണ്ടുതരുമല്ലോ. ഞാൻ പറഞ്ഞു കൊണ്ടുതരും, ദൈവനാമത്തെ ഞാൻ കൊണ്ടുവന്ന് തരും. പ്രിയപ്പെട്ടവരെ, ഇവരെല്ലാവരും അവധി കേട്ടു. എന്നിട്ട് ഞാൻ അച്ഛനോട് അവർ ചോദിച്ചു, അച്ഛാ, എനിക്ക് പൈസ തരാനുള്ളവർക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പൈസ തരാനുള്ളവർ തരുന്നില്ല, അതുകൊണ്ട് ഞാൻ അവർക്കെതിരെ കോടതി കേസ്, സിവിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതെന്തോ ചെയ്യും? അച്ഛൻ പറഞ്ഞു, നീ ആർക്കൊക്കെ എതിരെ കേസ് കൊടുത്തോ അവരുടെ എല്ലാം വീട്ടിൽ ചെന്ന് പറയണം, ദാ ഞാൻ നിങ്ങൾക്കെതിരായിട്ട് കൊടുത്ത കേസ് പിൻവലിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യിൽ എന്ന് ദൈവം പൈസ തരുന്നോ അന്ന് എനിക്ക് തന്നാൽ മതിയെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതെങ്ങനെ പറയും? പക്ഷേ എന്നിട്ടും പരിശുദ്ധാത്മാവെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കേസുകളെല്ലാം ഞാൻ പിൻവലിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ എന്ന് നിങ്ങളുടെ ദൈവം പൈസ തരുന്നോ അന്ന് എനിക്ക് തന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, 65 ലക്ഷം രൂപ കിട്ടാനുണ്ടായിരുന്നു എനിക്ക്. ഇങ്ങനെ പറഞ്ഞപ്പോൾ 42 ലക്ഷം രൂപ തിരിച്ചു കിട്ടി. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. വലത് കരം ഉയർത്തി നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന കർത്താവ്, അസാധ്യ കാര്യങ്ങൾ സുന്ദരമാക്കുന്ന കർത്താവ്. ഈ കർത്താവിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റണം, ഹൃദയത്തിൽ തൊടാൻ പറ്റണം, ഈ ദൈവത്തെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റണം. ഇന്ന് രാത്രിയിൽ ഇവിടെ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പം അനുഗ്രഹം വന്നിറങ്ങണം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലിരിക്കുന്ന അനുഗ്രഹത്തെ അല്ല ഞാൻ വിളിക്കുന്നത്, സ്വർഗത്തിലിരിക്കുന്ന അനുഗ്രഹത്തെ അല്ല, എൻ്റെ തൊട്ടു മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹത്തെ ഞാൻ നേടിയെടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ആ 1 പത്രോസ് 5:6 തന്നെ നമുക്ക് തിരിച്ചു പോകാം. അതിൻ്റെ കീഴിലേക്ക് നിൽക്കാം, ആ അനുഗ്രഹത്തിൻ്റെ ചുവട്ടിലേക്ക് നിൽക്കാം. ഈ അനുഗ്രഹത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ആർജിച്ചെടുക്കാവുന്നത് മുഴുവൻ നമുക്ക് ആർജിച്ചെടുക്കാം. സ്നേഹത്തോടെ വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നത് മുഴുവൻ വാങ്ങിച്ചെടുക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ 5 മക്കളും എൻ്റെ ഭാര്യയുമായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ ഒന്നിനും ഒരു കുറവ് ദൈവം തന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, സമൃദ്ധി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാം. വീട്ടിൽ 2-3 കാറുണ്ടായിരുന്ന കാറുകളൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ട് പോയി. മക്കൾക്ക് അവസാനം കാറ് വേണ്ടുന്ന സമയം മക്കൾ 2 പേരായപ്പോഴത്തേക്ക് വീട്ടിൽ വണ്ടിയൊന്നുമില്ല, ബൈക്കും ഒന്നുമില്ല. മക്കൾ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളുടെ പപ്പയ്ക്ക് പള്ളിയിൽ പോകാനായിട്ട് ഒരു ബൈക്ക് തരണേ ഈശോയെ. പ്രാർത്ഥിച്ചതിൻ്റെ 17ാമത്തെ ദിവസം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്ക് ഡോക്ടർ പറഞ്ഞു, ഇനി അയാൾ ബൈക്ക് ഉപയോഗിക്കാൻ പാടില്ല, കാരണം നടുവിൻ്റെ ഡിസ്കിന് ചെറിയൊരു ഗ്യാപ്പ് വീണു. അപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ വന്നിട്ട് പറഞ്ഞു, രഞ്ജിത്ത്, നിനക്ക് ബൈക്കുണ്ടോ? ഞാൻ പറഞ്ഞില്ല, അത് വീട്ടിൽ ഇരുന്ന ചീത്തയായപ്പോൾ നീ ഉപയോഗിക്കുന്ന പറഞ്ഞ് എടുത്ത് തന്നു. 2.5 വർഷക്കാലം ഞാനത് ഉപയോഗിച്ചു. അതിനുശേഷം കർത്താവ് പുതിയ ബൈക്ക് തന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, മറ്റേ മനുഷ്യന് നടുവേന കൊടുത്ത ദൈവമാണോ? നല്ല പ്രിയപ്പെട്ടവരല്ല, ആ മനുഷ്യൻ അത് വന്നതുകൊണ്ട് നിങ്ങൾക്ക് തന്നതാണ്. മക്കൾ 3 പേരായി 4 പേരായി. പള്ളിയിൽ പോകണമെങ്കിൽ ഒന്നി ട്രിപ്പ് അടിക്കണം, അല്ലെങ്കിൽ പെട്ടിയാട്ടോ വിളിക്കണം. മക്കൾ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളുടെ പപ്പയ്ക്ക് ഞങ്ങൾ കൂടെ പള്ളിയിൽ പോകാൻ ഒരു കൊച്ചു കാറ് തരണേ. പ്രാർത്ഥിച്ചതിൻ്റെ 27ാമത്തെ ദിവസം കൊല്ലം രൂപതയിലെ ഒരു വൈദികനെ വേണ്ട ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പം അച്ഛൻ എന്തൊക്കെ ചോദിച്ചു, രഞ്ജിത്തിൻ്റെ കാർ എവിടെയാണ് കിടക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് കാറൊന്നുമില്ല. പക്ഷേ നിനക്ക് കാറില്ലേ? നീ പിന്നെ പിള്ളേരെ കൊണ്ടൊക്കെ എന്താ ചെയ്യുന്നത്? എനിക്ക് കാറില്ലെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്തോ വലിയ സങ്കടം. അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ്റെ ഈ കാർ നേരെ ഓടിച്ച് അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് നോക്കുമ്പം അച്ഛൻ്റെ കാർ ഷെഡിനകത്ത് 4-5 വർഷം കൊണ്ട് എടുക്കാതെ കിടക്കുന്ന ഒരു മാരുതി 800 കാർ കിടപ്പുണ്ട്. അച്ഛൻ പറഞ്ഞ, മോനെ, ആ വണ്ടി നീ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നോക്ക്, അത് കാണിച്ച് തൽക്കാലം നീ അത് ഉപയോഗിക്ക്. ഞാനാകെ ഭ്രാന്ത് കയറി. പെട്രോൾ അടിക്കാൻ പോലും നിവർത്തിയില്ലാതെ ഞാൻ എന്തോ ചെയ്യും കാർ എടുത്തോണ്ട്. ഞാനപ്പോൾ അച്ഛനോട് വെച്ചാൽ പെട്രോൾ അടിക്കാൻ പോലും മാർക്കില്ല. മോനെ, നീ അത് ഉപയോഗിക്കുക, അതൊക്കെ ദൈവം തരും നിനക്ക്, നീ ദൈവത്തിന് വേണ്ടി ഓടുന്ന ആളല്ലേ. ഉടനെ ഞാൻ എൻ്റെ സ്പിരിച്വൽ ഡയറക്ടർ അച്ഛനെ വിളിച്ച് ചോദിച്ചു, അച്ഛാ, ഈ അച്ഛൻ പറയുന്നത് ഇങ്ങനെ കാർ എടുക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞ്, രഞ്ജിത്ത് തന്നെ പ്രാർത്ഥിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം പ്രാർത്ഥിച്ചു. 4 വർഷം കൊണ്ട് സ്റ്റാർട്ടാവാതെ കിടക്കുന്ന ഈ വണ്ടി ഞാനിപ്പോൾ ബാറ്ററി കണക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടായാൽ അതെൻ്റെതാണെന്ന് ഞാൻ വിശ്വസിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എനിക്കറിയാം ഒരിക്കലും ഇത് സ്റ്റാർട്ട് ആവത്തില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വണ്ടിയുടെ ബോണറ്റ് തുറന്ന് അച്ഛൻ്റെ ഈ താക്കോല് വാങ്ങിച്ച് ഞാൻ ഈ ബാറ്ററി കണക്ട് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഈ വണ്ടി ഒറ്റയടിക്ക് അങ്ങ് സ്റ്റാർട്ടായി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഓഫായി. പക്ഷേ ഉടനെ അച്ഛൻ പറഞ്ഞു, കണ്ടോ സ്റ്റാർട്ടായത് കണ്ടോ, നിനക്കുള്ളതാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ കാറ് കിട്ടി. അങ്ങനെ ഈ മാരുതി 800 കാറിൽ 2-2.5 ലക്ഷം കിലോമീറ്റർ കേരളത്തിനകത്തും പുറത്തും ഒക്കെ കർത്താവിനെ കൊടുക്കാൻ ഇങ്ങനെ ഓടുകയായി വണ്ടി.
അവസാനം മക്കളെല്ലാം കൂടി ഈ മാരുതി 800 കാറിനകത്ത് ഇങ്ങനെ വളരാൻ തുടങ്ങുക. കയ്യും കാലും ഒക്കെ വളർന്നിറങ്ങുന്നു. എല്ലാം കൂടെ തൂങ്ങിക്കിടന്നിട്ട് പപ്പാ വിട്ടോ പപ്പാ വണ്ടി വിട്ടോ എന്ന് പറഞ്ഞ് പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. പ്രിയപ്പെട്ടവരെ, അവസാനം അവർ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളുടെ പപ്പയ്ക്ക് ഇത്തിരി സൗകര്യത്തോടുകൂടെ പോകാൻ ഇത്തിരി കൂടെ വലിയൊരു കാറ്. അത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ വലിയൊരു വണ്ടി തന്നു. വീണ്ടും മക്കൾ വളരാൻ തുടങ്ങി. കൂട്ടത്തിലൊരുത്ത മൂത്തവൻ ഇപ്പോൾ ഗൾഫിൽ ദുബായിലൊരു കമ്പനി ജോലി ചെയ്യുക. മറ്റവൻ +1 ഇവരെല്ലാം കാലും കൈയൊക്കെ വളർന്നിറങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും പ്രാർത്ഥിച്ചു, ഇത്തിരി കൂടെ വലിയൊരു വണ്ടി. പ്രിയപ്പെട്ടവരെ, ഇന്ന് 8 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നൊരു വണ്ടി കർത്താവ് തന്നിരിക്കുക. മക്കളെ പ്രതി അനുഗ്രഹിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ അടിച്ചത് കർത്താവിന് നന്ദി പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹം മാത്രമല്ല ദൈവം, ഈ അനുഗ്രഹം മാത്രമല്ല ദൈവം. ദൈവം നമ്മളെ വഴി നടത്തുന്ന ഒരു പ്രത്യേക പാതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേക വഴിയുണ്ട്. ഈ 17 വർഷത്തിലൊരു 13 വർഷവും 14 വർഷവും സഹനം തന്നെ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഉഴുന്നുവടയും ഏത്തക്കാപ്പൊക്കെ ഉണ്ടാക്കിയിട്ടേ ഓരോ കടകളിൽ കൊണ്ടുവന്ന് കൊടുക്കും. ഞാനും എൻ്റെ ഭാര്യയും കൂടെ. ഭാര്യ വീട്ടിൽ നിന്ന് ഉണ്ടാക്കും, ഞാൻ ഉണ്ടാക്കി കടകളിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് വടയൊക്കെ വിൽക്കാൻ പോകുന്നു. നല്ല ഇൻഷർട്ടൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ടാ. പട്ടിണി വീട്ടിൽ, പട്ടിണി. ഇന്ന് അഭിമാനത്തോടെ ചിരിച്ചുകൊണ്ട് പറയാം, എൻ്റെ കർത്താവ് എടുത്തു മാറ്റി. പ്രിയപ്പെട്ടവരെ, ഏലിയ പ്രവാചകൻ വിധവയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇനി ഈ ഭരണിയിൽ എണ്ണ വറ്റില്ല, ഈ കലത്തില് മാവ് കുറയത്തില്ല എന്ന് പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ടവരെ, വിശ്വാസിയുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് കാണത്തില്ല. വിശ്വാസിയുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് കാണത്തില്ല. ഒന്ന് നമുക്ക് കണ്ണുകളടയ്ക്കാം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ രാത്രി ദൈവാനുഭവത്തിൻ്റെ രാത്രിയായി മാറണം. ലോകത്ത് എന്നെ മാത്രമല്ല ഇങ്ങനെ ദൈവം സുഖപ്പെടുത്തിയത്, അനേക ലക്ഷങ്ങളെ. ലോകത്ത് എന്നെ മാത്രമല്ല എങ്ങനെ സുഖപ്പെടുത്തിയത്, അനേക ലക്ഷങ്ങളെയാണ് സുഖപ്പെടുത്തിയത്. ലോകത്തിൽ അനേക ലക്ഷങ്ങളെയാണ് എൻ്റെ ഈശോ രക്ഷപ്പെടുത്തിയത്. ലോകത്തിൽ അനേകരുടെയാണ് കടം മാറ്റിയത്. അനേകരുടെ സ്വപ്നങ്ങൾക്കാണ് യേശു ചിറകുമുളപ്പിച്ചത്. ഇന്ന് രാത്രിയിൽ ഈ കാഴ്ചയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ, അങ്ങയുടെ സന്നിധിയിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ, അങ്ങയുടെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി നിൽക്കുമ്പോൾ, അങ്ങയുടെ മുമ്പിൽ കരങ്ങൾ വിരിച്ചിരിക്കുമ്പോൾ, ഈശോനാഥ, ഉള്ളിൽ നിന്റെ സ്നേഹം നിറയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ നാഥ. ഞങ്ങളുടെ ഹൃദയ താളങ്ങളെ നീ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ ആകുലതകളിൽ നിന്റെ ആണിപ്പാടുള്ള കരങ്ങൾ വെക്കണമേ നാഥ. ഒരിക്കലും അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ വചനം ഞങ്ങൾ ഉറപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സങ്കടങ്ങൾ നിന്നോട് മാത്രമാണ് ഞങ്ങൾ പറയേണ്ടത്. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇത് ശ്രവിക്കുന്ന എല്ലാ മനുഷ്യരെയും സമർപ്പിക്കുന്നു. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും സമർപ്പിക്കുന്നു അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്. അമ്മയുടെ വലിയ പ്രാർത്ഥനാ സഹായം ഇതിൻ്റെ കൂടെ ഉണ്ടാകണമേ. ദൈവാനുഭവത്തിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടു കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹീതം, നിന്റെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹീതൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേ